രമണ മഹർഷി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, എപ്പോഴാണ് നേരം വെളുക്കുന്നത്? അപ്പോൾ അതിലൊരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, കിഴക്കൻ ചക്രവാളത്തിൽ ചുവപ്പ് പടരുമ്പോൾ നേരം വെളുത്തു. അപ്പോൾ ഗുരു പറഞ്ഞു, യു ആർ റോങ്, തെറ്റാണ് പറഞ്ഞത്, ഇരിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം തമിഴിലാണ് പറഞ്ഞത്, ഉക്കാറും. അത് കഴിഞ്ഞ് അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ അടുത്ത കുട്ടി പറഞ്ഞു, പുറത്തോട്ട് നോക്കുമ്പോൾ വൃക്ഷങ്ങളെയും പക്ഷികളെയും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നേരം വെളുത്തു പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയോട് മഹർഷി പറഞ്ഞു, തെറ്റാണ്, ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഗുരു പറ, എപ്പോഴാണ് നേരം വെളുക്കുന്നത്? ഗുരു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടാൽ അത് നിങ്ങളുടെ സഹോദരിയാണെന്നും ഒരു പുരുഷനെ കണ്ടാൽ അത് നിങ്ങളുടെ സഹോദരനാണെന്നും എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോൾ നേരം വെളുത്തു. അതാണ് മഹാനായ രമണ മഹർഷി. അവരെയൊക്കെ സൂഫികളായിട്ട് ചിത്രീകരിക്കപ്പെടാറുണ്ട്. സൂഫി ഐഡിയോളജി, ആശയങ്ങൾ, ആ സമീപനമൊക്കെ അവരിൽ ചിലർക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ആ രമണ മഹർഷിയോട് തന്നെ ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ ചോദിച്ചു, ഹൗ ക്യാൻ ഐ ഡീൽ അതേഴ്സ്? എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഗുരു അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ അഗെയിൻ ഹി ആസ്ക്ഡ്, ഹൗ ക്യാൻ ഐ ഡീൽ അതേഴ്സ്? അപ്പോൾ ഇയാളെ മറുപടി എന്താ പറയുക ഗുരുവിൻ്റെ? നോ അതേഴ്സ്, മറ്റുള്ളവരില്ല, അപ്പോഴല്ലേ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട പ്രശ്നം വരും. എല്ലാം ഒന്നാവുമ്പോൾ നോ അതേഴ്സ് എന്നായിരുന്നു ഉത്തരം. ഒരുപാട് വിശദീകരിക്കുന്നതാണ് ആ ഇംഗ്ലീഷുകാരൻ വിചാരിച്ചത്. ഒറ്റ വാക്കുകൊണ്ട് ഗുരു അത് അവസാനിപ്പിച്ചു, നോ അതേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലുള്ള മഹർഷിവര്യന്മാരുണ്ട്. ഞാനൊരു ദിവസം രാജസ്ഥാനിൽ പോയി ഒരു 10 ദിവസം ഒരു പരിശീലനവും ചികിത്സയൊക്കെ ആയിട്ടൊരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം അവിടെ ആ സ്ഥാപനം നടത്തുന്ന വലിയ ഒരു മഹതിയായ സ്ത്രീ ഉണ്ട്. വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ എല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസത്തെ ക്ലാസ്സും ചികിത്സയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി വരുമ്പോൾ അവിടുത്തെ ഒരു യോഗിയാണ്, ഒരു എന്താ പറയുക, വളരെ തപസ്യായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ചീത്ത വിചാരങ്ങളൊന്നുമില്ല, ചീത്ത വാക്കുകൾ സംസാരിക്കില്ല, അങ്ങനെയുള്ളൊരു സ്ത്രീയാണ്. വളരെ വലിയ മാന്യമായിട്ടുള്ളൊരു സ്ത്രീയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരുപാട് പേര് അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പോകും, മടങ്ങി പോരുമ്പോൾ ഒരു സന്ദർശനമുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ചെന്ന് അവരെന്തെങ്കിലും പറയും, നമുക്ക് എന്തെങ്കിലും തരും. ഒരു ആപ്പിൾ തന്നു, അവിടെ ഇങ്ങനെ ആപ്പിൾ ഇരിക്കുന്നുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ട് കയ്യിൽ തന്നു. ഞാനങ്ങനെ നിശബ്ദനായി നിന്നപ്പോൾ അവർ പറഞ്ഞു, കം ബോലോ, തീരെ ബോലോ, മീട്ടാ ബോലോ. കുറച്ച് സംസാരിക്കുക അല്ലെ, സാവധാനം സംസാരിക്കുക, മധുരമായി സംസാരിക്കുക. അതാണ് ഒരു ഉപദേശം. ഞാൻ ഈ സൂഫിസത്തെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ഒരു തത്വം പൂർണ്ണമായും ഒരു സൂഫി പ്രിൻസിപ്പിളാണ്. കുറച്ച് സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, സാവധാനം സംസാരിക്കുക, ഏഷണിയും പരദൂഷണമൊന്നും ഇല്ലാണ്ടിരിക്കുക, നല്ല മനസ്സായിരിക്കുക, ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, എല്ലാം അവിടെ സമർപ്പണം ചെയ്യുന്ന ഒരു രീതി ആണല്ലോ ഇതിലുള്ളത്. അപ്പോൾ അവര് സൂഫിയാണോ അല്ലെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ അവരെന്നോട് പറഞ്ഞ ഇതാണ്, അതിലെന്തുണ്ടല്ലോ. അതുപോലെ അവർ പോരുമ്പോൾ എൻ്റെ അടുത്ത് സൂക്കടിനെ പറ്റി, ഇത് സൂക്കടായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല, അത് സോഷ്യൽ ലൈഫിനെ കുറിച്ചായി പറഞ്ഞു. പിന്നെ എൻ്റെ രോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചൊന്നുമില്ല, അവരെന്നോട് പറഞ്ഞു, 1 വർഷം ദേഷ്യപ്പെടരുത്, എന്നോട് പോകാൻ പറഞ്ഞു. 1 വർഷം ദേഷ്യപ്പെടരുത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചതിന് 1 വർഷം കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ വേണ്ടി വരില്ല, അതാണ് ദേഷ്യപ്പെടലുണ്ടാവില്ല, അതുകൊണ്ടാണ് ദേഷ്യപ്പെടരുത് പറഞ്ഞത്. ദേഷ്യപ്പെടാതിരുന്നാൽ സൂക്കട് മാറുന്നതാണ്. ഇതൊക്കെ തന്നെയല്ലേ നമ്മളും പറയണം. ശ്രീനാരായണ ഗുരു പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നെണ്ണം എന്നാണ് പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും അന്തസത്ത സാരം ഒന്നാണ്.
അത് മനസ്സിലാക്കാതെ ചില പാമരന്മാർ ഇങ്ങനെ പല ന്യായീകരണങ്ങളും യുക്തിയൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. നിങ്ങൾ അതുപോലെ നടക്കരുത്, ശാന്തരായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാതിരി അദ്ദേഹം ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ നടത്തിയിരുന്നല്ലോ. അങ്ങനെ കണ്ണാടി പ്രതിഷ്ഠിച്ചു, കല്ലെടുത്തിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായി തന്നെ ചോദിച്ചു, അല്ല സ്വാമി, ഇതൊക്കെ ജീവനില്ലാത്ത ചൈതന്യമില്ലാത്ത ഈ കല്ലും ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ? അങ്ങനെ പറയുന്നു ഇതൊക്കെ ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നൊക്കെ അല്ലേ പറയണേ, പിന്നെ ഇതൊക്കെ പ്രതിഷ്ഠിക്കണോ വെച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, ഇതൊക്കെ അവരെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്നോട് വല്ല ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ അതും ഞാൻ നിർവഹിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്താ? ഇങ്ങനെ ഓരോ ബോധിധർമ്മൻ, നിങ്ങൾ ബുദ്ധനെ കുറിച്ച് പഠിച്ചാൽ ബുദ്ധൻ ഉപദേശിക്കുന്ന ധ്യാനം, മെഡിറ്റേഷൻ പ്രധാനമായിട്ടും ശ്വാസഗതിയെ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മളെ ശ്വാസം തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് ആദ്യം ശ്രദ്ധിച്ചൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, പറയുമ്പോൾ തോന്നില്ലെങ്കിലും ശ്വാസത്തിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും, എന്നാലും അത് ശ്വാസഗതിയെ നിയന്ത്രിക്കുക. ബുദ്ധനും ബോധിധർമ്മനും അതുപോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമുക്ക് ദേഷ്യം വരുമ്പോൾ ശ്വാസഗതി സ്പീഡിലാവും, നമുക്ക് വികാരഭരിതരാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കഥപ്പും ശ്വാസഗതിയും വരും. അപ്പൊ നമ്മുടെ ശ്വാസമാണ് വാസ്തവത്തിൽ എന്താവുന്നത്. നമ്മളെ വൈകാരികമായ പ്രകോപനങ്ങളൊക്കെ ഈ ശ്വാസഗതിയിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ശ്വാസത്തെ നിയന്ത്രിച്ചാൽ പകുതി നിയന്ത്രണമായി എന്നുള്ളതാണ്. അപ്പൊ ശ്വാസത്തെ സദാ അനുഭവിച്ചുകൊണ്ട് ബോധപൂർവം ശ്വസിക്കുക എന്നുള്ളതാണ് ബുദ്ധനും ബോധിധർമ്മനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇങ്ങനെ നിങ്ങൾ ആരെ അന്വേഷിച്ചു പോയാലും ക്രിസ്തു യേശുവിനെ കുറിച്ച്, ഈസാ നബി അലൈഹി സ്വലാം ക്രിസ്തു യേശുവിനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം 40 ദിവസം മെഡിറ്റേഷനിലിരിക്കുകയും ധ്യാനനിരതനായി തീർന്നതിനെ കുറിച്ചും, അതുപോലെ 12 വർഷം അദ്ദേഹം ബൈബിൾ കഥ പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് 12 വർഷം കാണുന്നില്ല. 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതാണ്ട് ഒരു 30 വയസ്സ് 10 കുറെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ പ്രത്യക്ഷപ്പെടുന്നത്, ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം എവിടെയായിരുന്നു എന്നൊക്കെ ഉള്ള ഇതുണ്ട്. അതുപോലെ ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധ്യാനനിരതനാകാൻ ഒരു ഹിറാ ഗുഹയിലേക്ക് എന്തിനു പോയി? ആ ഗുഹയിൽ ഇരുന്നാണ് ധ്യാനനിരതനായി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വഹിയും വെളിച്ചമൊക്കെ വരുന്നത്. ഇങ്ങനെ ഓരോ സംഗതികളും, നമ്മളെ ചുറ്റുപാടുകളും, നമ്മളെ പ്രകൃതിയും, നമ്മളെ ഈ മനുഷ്യബന്ധങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ എന്താണ് മനുഷ്യന്റെ നിയോഗം, എന്താണ് നമുക്ക് അറിയാനുള്ളത്? ഇവിടെ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അതൊക്കെ എന്താണ് ഈ പഠിപ്പിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? വാട്ട് ഈസ് ദ ഇന്റൻഷൻ, മീനിങ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ഇരുട്ടുണ്ട്, വെളിച്ചുണ്ട്, ഇങ്ങനെ എല്ലാം ഇണകളായി സൃഷ്ടിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നുണ്ട്. എല്ലാം ഏത് പുഴക്കും ഏത് നദിക്കും 2 തീരണ്ടില്ലേ? 2 കരയില്ലാതെ ഒരു നദി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് സാധാരണ ഒരു കടലിന്റെ അടുത്ത് പോയി എന്നാൽ ഇങ്ങനെ നോക്കിയാൽ പറയും, ഓ ഇതിനൊരു അറ്റമില്ല. അപ്പൊ നമുക്ക് തോന്നും അക്കരയും നമ്മളിട്ടൊരു ബന്ധമില്ല. നമ്മൾ ശരിക്കും ചിന്തിച്ചാലോ, ഇവിടെ അങ്ങനെ കണ്ണെത്താത്ത ദൂരത്ത് കിലോമീറ്റർ കണക്കിന് കടല് പരന്ന് കിടക്കുകയാണ്. നമ്മൾ ഇക്കരെ അക്കരയായിട്ട് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലല്ലോ. ഉണ്ട്, എന്താ കണക്ഷൻ? ഈ കടലിന്റെ അടിയിലെ കര അവിടെ തരുന്നുണ്ട്. ഇത് വേറിട്ട് നിൽക്കല്ല. ഈ കടലിന്റെ അടിയിലെ ഭൂമിയില്ലേ, ആ ഭൂമി രണ്ടും ഒന്നാണ്. ആ ഭൂമിയിൽ ഒരു സ്ഥലത്താണ് ഈ കടലുള്ളത്, അല്ലേ? അപ്പൊ ഇതിന്റെ അടിഭാഗം മണ്ണിലൂടെ അത് പരസ്പരം സ്പർശിക്കുന്നുണ്ട്. അത് ജലവും വെള്ളവും പിന്നെ ഭൂമിയൊക്കെ തമ്മിൽ നിൽക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. വൈ ദ ട്രീസ് ആർ ഫ്ലവറിങ്? എന്തിനാണ് മരങ്ങൾ പൂക്കുന്നത്? വൈ ദ ട്രീസ് ആർ ഫ്ലവറിങ്? വൃക്ഷം പൂക്കുന്നത് എന്തിനാണ്? നിബിഡമായ വനങ്ങളിൽ, പശ്ചിമഘട്ട മലനിരകളിൽ, ഒരു മനുഷ്യൻ താമസിക്കാത്ത സ്ഥലത്ത് എന്തിനാണ് മരം പൂക്കുന്നത്? സുഗന്ധം ആർക്ക് വേണ്ടി, ആർക്ക് ആസ്വദിക്കാനാണ്? കായ്കനികൾ പക്ഷിമൃഗാദികളെ കുറിച്ച് തിന്നുമായിരിക്കും, എന്നാലും മനുഷ്യർക്ക് ആ കായ്കനികൾ കൊണ്ട് ഉപകാരമില്ല. നിങ്ങൾ ആ കായ്കനികൾ കഴിച്ചാലും ഇല്ലെങ്കിലും
നിങ്ങൾ ആ സുഗന്ധം ആസ്വദിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. പൂക്കുക എന്നുള്ളത് അതിൻ്റെ നാച്ചുറലാണ്, അതിൻ്റെ പ്രകൃതിദത്തമായ സ്വഭാവമാണ്, ദൈവിക നിയോഗമാണ്. പൂത്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. എന്നാൽ ആ മരം ഒരൊറ്റ നിപ്പ് നിൽക്കുകയാണ്, ഒരു സ്ഥലത്തും പോകാൻ വയ്യ. ആ നിന്ന നിപ്പിലാണ് വളരുന്നതും മനുഷ്യനേക്കാളും ദീർഘായുസോടു കൂടി നിൽക്കുന്നതും ഈ കണ്ട ജീവജാലങ്ങൾക്ക് മുഴുവൻ ആഹാരം കൊടുക്കുന്നതും സുഗന്ധം കൊടുക്കുന്നതും തണൽ കൊടുക്കുന്നതും കിളികൾക്ക് കൂടുണ്ടാക്കാൻ സൗകര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങളെ പൊക്കി നിർത്തുന്നതും എത്ര വർഷമാണ്. അത് എവിടുന്ന് പഠിച്ചു? ആര് പറഞ്ഞു? അപ്പൊ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്? എന്തിനാണ് നദി ഒഴുകുന്നത്? നദി ഒഴുകുന്നത് മനുഷ്യരുണ്ടായിട്ടല്ല, മനുഷ്യണ്ടാണതിന് മുമ്പ് നദി ഉണ്ട്. നദീ തീരങ്ങളിലാണ് നമ്മുടെ സംസ്കാരം പിന്നെ പൊട്ടി വളർന്നത് അല്ലെ? യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും നൈൽ നദിയുടെയും ഗംഗ, യമുന, കാവേരി, ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയ നദീ തടങ്ങളിലുമാണ് മനുഷ്യവംശം താമസം ഉറപ്പിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റായി നഗരങ്ങളുണ്ടാക്കി, നാഗരികതകളുണ്ടാക്കി. മനുഷ്യൻ അതിനിടക്ക് ജനിച്ചിട്ട് അവൻ തെരഞ്ഞു നടക്കുകയായിരുന്നു അവിടെ താമസിക്കുന്നു. അങ്ങനെ അവന് സഹായകരമാണ് നദി. പക്ഷേ നിങ്ങളവിടെ താമസിച്ചാലും ഇല്ലെങ്കിലും നമ്മളവിടുത്തെ വെള്ളം കഴിച്ചാലും ഇല്ലെങ്കിലും പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഗുരു ഗിരിവർ സെ ഗിർഗിർക്കർ നദിയോന്നെ ബഹന സീക്ക സിർ പടക്ക് പടക്ക് പത്തർ പർ ചർണോന്നെ ചർണ സീക്ക. വലിയ ഗിരിശൃംഖങ്ങളിൽ നിന്ന്, പർവ്വത നിരകളിൽ നിന്ന് പൊട്ടി ഒലിച്ച് നദികൾ പാറക്കെട്ടുകളിൽ തലയിട്ടടിച്ചടിച്ച് ഒഴുകാൻ പഠിക്കുന്നു. കുട്ടികളെ ആതിരപ്പള്ളിയിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. എന്താ അവിടെ കാണുന്നത്? അരുവി പാറക്കെട്ടുകളിൽ തലയിട്ടടിക്കുകയാണ്, ഒഴുകാൻ പഠിക്കുകയാണ്. അപ്പൊ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റിവർ ടു ഫ്ലോ. ഒഴുകുക എന്നുള്ളതിന്റെ ചുമതലയാണ്. നിങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചാലില്ല. വൈ ദ സൺ ഈസ് ഷൈനിങ്? എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? നമ്മൾ എന്നൊക്കെ പറയില്ലേ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, നിയോഗപ്രകാരം, അതാതിന് നിശ്ചയിക്കപ്പെട്ട പന്ഥാവിലൂടെ, വൃത്തപരിധികളിലൂടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി. അതാണ് അതിന്റെ ഡ്യൂട്ടിയാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്നാണ് കവി പാടി. അപ്പം മറ്റുള്ളവർക്കായിട്ടാണ് സൂര്യൻ കത്തിച്ചൊല്ലുന്നത്. അതിന് നിശ്ചിത പരിധി ഉണ്ടെങ്കിലും അതിപ്പോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. അപ്പോ എന്താണ് മനുഷ്യൻ എന്താ ജോലി? മനുഷ്യൻ എന്തിനാ സൃഷ്ടിച്ചത്? അപ്പൊ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? എവിടുന്ന് വന്നു? എന്താണ് അവന്റെ നിയോഗം? ഈ വക ചിന്തകളിലൂടെയാണ് നമ്മൾ ആത്മീയതയിലും ആത്മീയ ധാരയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. ആത്മാവില്ലാഞ്ഞാൽ ഒരു മതമല്ല. റിലിജിയൻ, അതൊരു റിലിജിയൻ എന്നുള്ളൊരു സംഘാടന ഒരു രീതിയാണ്. മതം മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. പക്ഷെ അതിന്റെ അന്തസത്ത അതിന് ആത്മാവില്ലെങ്കിൽ ഒന്നുമല്ല. മനുഷ്യനങ്ങനെ വെറും ശരീരം മാത്രമല്ലല്ലോ, ശരീരങ്ങളുടെ ആരോഗ്യകരമായ സമന്വയമാണ്. ഇത് ആരോഗ്യകരമായ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആത്മഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയമാണ്. ആരോഗ്യകരമല്ലാതെയും അത് രണ്ടും സമന്വയിക്കാം. സമന്വയമാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനും അവനും ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മനുഷ്യൻ നല്ലവനും ചീത്തവനും ആകാനുള്ള സാധ്യതകളുണ്ട്. ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് ലൈക്ക് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന്റെ നാഴികമണി പോലെ ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് ആണ് എന്ത്? മനുഷ്യ ജീവിതം. നല്ലവനോ ചീത്തവനോ ആകാം. അതൊന്നും സ്കൂളിലും പുസ്തകത്തിലും ഒന്നും വായിച്ചിട്ടൊന്നും ആർക്കും സൂഫിയാകാനും സൂഫിസം ശീലിക്കാനും സാധ്യമല്ല. അതിന് ഒരു വിഭാഗമുണ്ട്. അത് പഠിപ്പിച്ചു തരുന്നവരുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഗുരുക്കന്മാരുണ്ട്. പക്ഷെ അത് അനുഭവപ്പെടുത്തി തരാൻ ആരെങ്കിലും വേണം എന്നുള്ളതാണ് പ്രശ്നം. അപ്പം മനുഷ്യൻ എന്തിനാണ് എന്ന ചോദ്യം. ഈ വൃക്ഷങ്ങളും നദിയൊക്കെ ഇന്നതിനാന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മനുഷ്യനും അവരനു വേണ്ടിയായിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവനവനെ കുറിച്ചുള്ള കാമക്രോധ ലോഭമോഹങ്ങൾ എന്ന് പറയും.
ഭാരതീയ സംസ്കാര പ്രകാരം കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അതൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അന്വേഷിച്ച് നടന്നാൽ ഈ സൂഫി അല്ലെങ്കിൽ ആ ഒരു മനോഭാവം, പണ്ട് പറയാറുണ്ട്, പണ്ട് സൂഫിസ് ഉണ്ടായിരുന്നു, അതിനൊരു പേരില്ലായിരുന്നു. ഇപ്പൊ പേരുണ്ട്, സൂഫിസ് അല്ല എന്ന് പറയും. കാരണം പേരിനെ കുറിച്ചുള്ള ഇപ്പൊ സൂഫി എന്താണെന്ന് അന്വേഷിച്ച് നടന്നാൽ അപ്പൊ പറയും അതൊരു കമ്പിളി പൊതിച്ച് നടക്കുന്നവരാണ്, അത് പരിശുദ്ധി എന്നുള്ള അർത്ഥമാണ്, അത് ഗ്രീക്ക് എന്ന് വന്ന പദമുണ്ട്, അറബി എന്ന് വന്ന പദമുണ്ട്, അത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ട്. ജലാലുദ്ദീൻ റൂമി അതാണ്, റാബിയത്തുൽ അദബിയ അതാണ്, ജുനൈദ് ബഗ്ദാദി അതാണ്. ഇങ്ങനെ കുറെ ആളുകൾ നമുക്ക് പറയാൻ പറ്റും. സുൽത്താനേറ്റിന്റെ കാലത്ത് തന്നെ ഉണ്ട്. സുൽത്താൻ ഖിൽജിയൊക്കെ ഉള്ള കാലത്ത് തന്നെ ഈ സൂഫി ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ നല്ല ഉണ്ടായിരുന്നു. അമീർ ഖുസ്രു, ലൈല മജ്നു, മൊയ്യൻകുട്ടി വൈദ്യര് ഇതൊക്കെ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ലൈല മജ്നു ഒക്കെ എഴുതിയത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിന്റെ ഗുരു ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയാണ്. അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരും സംഗീതജ്ഞരും ഒക്കെ ഉണ്ടായിരുന്നു. ചിലര് പറഞ്ഞ് എനിക്കറിഞ്ഞൂടെ, ഞാൻ അതിന്റെ ശരി തെറ്റുകളെ പരിശോധിക്കാൻ ആളല്ല, എനിക്കത്ര അധികം അതിനെക്കുറിച്ച് നോളജ് ഇല്ല. പക്ഷേ ചിലർ പറയുന്നുണ്ട് പാട്ട് പാടുക, പിന്നെ കവാലി അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സൂഫി നൃത്തം, ഇതൊക്കെ ശരിയാണോ? സംഗീതം ഇതൊക്കെ ഒരു വേറെ തരത്തിലുള്ള സംഗതിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അതിനെ തുടർന്ന് തർക്കിക്കാനൊന്നും എനിക്ക് ആവതില്ല. അതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അള്ളാഹുവിൽ നമുക്ക് ആശയവിനിമയമാണ് അള്ളാഹ് പഠിപ്പിച്ചതെന്നാണല്ലോ. ഈ ആശയവിനിമയമാണല്ലോ നമ്മളും ഈ പക്ഷിമൃഗാദികളും തമ്മിലുള്ള ആകെ പ്രശ്നം. അവർക്ക് ഈ ഭാഷ ഇല്ലല്ലോ, ലാംഗ്വേജ് ഇല്ലല്ലോ. അപ്പൊ ലാംഗ്വേജ് ഇല്ല, ആശയവിനിമയത്തിന് അവർ വേറെ സംവിധാനങ്ങളാണ്. നമുക്ക് ഈ എഴുത്തും വായനയും പഠിപ്പിച്ചു തന്നു. ആ ആശയവിനിമയങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? അപ്പൊ ആശയവിനിമയത്തിന് ഉപാധികളായിട്ട് ഗദ്യം, സാഹിത്യത്തിൽ ഗദ്യമുണ്ട്, പദ്യമുണ്ട്, അല്ലെ? ഗദ്യം എഴുതുന്നവരുണ്ട്, പദ്യം എഴുതുന്നവരുണ്ട്. പിന്നെ ഗദ്യത്തിൽ നമ്മൾ കഥയും ഒക്കെ ആയിട്ട് മാറ്റും. പക്ഷെ ഗദ്യം എന്ന് പറഞ്ഞൊരു സാധനം, അതും പദ്യം അല്ലെങ്കിൽ കവിതയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കവിതയില് നമുക്ക് പേര് കിട്ടാത്ത ചില അനുഭവങ്ങൾക്കും അനുഭൂതികൾക്കൊന്നും പേരില്ല, ഒരു ഭാഷയിലും ഇല്ല. അത് പ്രകടിപ്പിക്കണമെങ്കിൽ കവിതക്ക് സാധിക്കും, പക്ഷെ അത് ഗദ്യത്തിന് സാധിക്കില്ല. ഗദ്യം ഒരു ടൗൺ, സിറ്റി, ഒരു ഫിഷ് മാർക്കറ്റ്, അങ്ങനെയുള്ള ഷോപ്പിംഗ് മാള്, ഇവിടൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു നല്ല മെത്തേഡാണ്. പക്ഷെ അംഗവിച്ഛേദങ്ങളും ആംഗ്യങ്ങളും കവിതയും നൃത്തവും ഒക്കെ ഇപ്പൊ ബൈബിളിന്റെ പഴയ നിയമത്തിൽ നമ്മൾ സങ്കീർത്തനങ്ങളുണ്ട്, അല്ലെ? ദാവൂദ് നബിയുടെ എന്നാ പറയാ, ദാവീദിന്റെ സങ്കീർത്തനങ്ങളുണ്ട് ബൈബിളിൽ. ആ സങ്കീർത്തനങ്ങൾ മുഴുവൻ പാട്ടാണ്. ദാവീദ് പ്രവാചകന്റേതായിട്ട് ബൈബിളിന്റെ കൂട്ടത്തിൽ കാണുന്ന പഴയ നിയമത്തിൽപ്പെട്ട സങ്കീർത്തനങ്ങൾ മുഴുവൻ സംഗീതമാണ്. വിലാപകാവ്യുണ്ട്, ഉത്തമ ഗീതമുണ്ട്, അതൊക്കെ സംഗീതങ്ങളാണ്. ഖുർആൻ തന്നെ ഒരു സംഗീതാത്മകമായ ഒന്നാണ്. അപ്പോ വേദഗ്രന്ഥങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ പിന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, സാമവേദത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടായത്. സരിഗമ പദനിസ എന്ന് പറയുന്ന സാരി ഗമ എന്നുള്ളത് ഓരോ സാമവേദ മന്ത്രങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ഈ സരിഗമ പദനിസ എന്ന് പറയുന്നത്. അപ്പൊ സംഗീതത്തിൽ നിന്നാണ് അതൊക്കെ വന്നത് ശരിക്കും. അപ്പൊ ആ സംഗീതം ഒരാരാധന രീതി അല്ല എന്ന് കരുതാമോ? സംഗീതത്തിന് ആരാധനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് കൂടുതൽ ഫലപ്രദമാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇല്ലേ? അപ്പൊ സംഗീതാത്മകത മനുഷ്യന്റെ ഒരു ദൈവികമായ അനുഗ്രഹമാണ്. നൃത്തം ചെയ്യാനുള്ള അല്ലെങ്കിൽ സംഗീതം അതിൽ ആനന്ദമാണ്, ആനന്ദത്തിന്റെ ഒരു നൃത്തമാണത്, അല്ലെങ്കിൽ അതിനുള്ള അംഗചലനങ്ങളാണ്. അതിന് നൃത്തം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം. അപ്പൊ ആ ആനന്ദം, പരമമായ ആനന്ദം ഹൃദയത്തിൽ വന്നാൽ ആരും ഒന്ന് ആടിപ്പോകും, ആരും ഒന്ന് പാടിപ്പോകും. ആ പരമമായ ആനന്ദത്തിലേക്കുള്ള വഴി, പല വഴികൾ പലരും ഉപദേശിക്കുന്നുണ്ട്. അതിൽ ശരിയായ വഴി ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൽ നിന്ന് എടുത്തോ. ഏതാണ് ശരിയായ വഴി വെച്ചാൽ നിങ്ങൾ സ്വീകരിച്ചോ. ഞാൻ നിങ്ങൾ ഇന്ന വഴി സ്വീകരിക്കണം എന്ന് പറയുന്നില്ല, ഇന്ന വഴി സ്വീകരിക്കണം എന്ന് പറയുന്നില്ല. അപ്പൊ ആനന്ദമാണ്, പരമമായ ആനന്ദമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ മനുഷ്യ ജീവിതത്തിന് മനുഷ്യന് എപ്പോഴും ഒരു എന്താവശ്യമാണ്? ഒരു ഓപ്പറേഷൻ മാനുവൽ ആവശ്യമാണ്. നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ, ടി വി വാങ്ങുമ്പോൾ, കാറ് വാങ്ങുമ്പോൾ ഒരു പുസ്തകം തരും.
ആ പുസ്തകത്തിലുണ്ടാവും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഗ്യാരണ്ടി ആൻഡ് വാറണ്ടി ഉള്ളൂ അല്ലേ? അപ്പൊ മനുഷ്യന് മരത്തിന് ഒരു ഓപ്പറേഷൻ മാനുവൽ ആവശ്യമില്ല, ജീവജാലങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, മൃഗങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല. സൂര്യനും ചന്ദ്രനും ഓപ്പറേഷൻ മാനുവലൊക്കെ ആദ്യം തന്നെ ഇംപ്ലാന്റഡ് ആണ്, അതിൽ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളതാണ്. അത് നേരത്തെ അതനുസരിച്ച് പോകും. മനുഷ്യന് മാത്രം ഈ ഒരു സാധനം വേണം. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാണ് സ്കൂൾ തുടങ്ങിയത്, അതിനാണ് ഒരു മാസികയൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ നേർമാർഗം നമുക്ക് അതിൽ നിന്ന് ഒരു വഴി കാണിച്ചു തരണം. ഇതൊക്കെ കണ്ടതുകൊണ്ടും വിദ്യാഭ്യാസം ഒരുപാടുണ്ടായി. ഇപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടാവും, ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസം ഒരുപാട് കിട്ടിയവരൊക്കെ നല്ലവരാണ്, ആത്മീയ വിദ്യാഭ്യാസം ഒരുപാട് കിട്ടിയവരൊക്കെ നല്ലവരാണ്. അപ്പൊ നല്ലതും ചീത്തതൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിൽ ചില വഴി മാർഗദർശനങ്ങൾ, അടയാളങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ക്ലാസ്സിലെ IAS ഓഫീസർമാർ എത്ര ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്നു, IPS എന്തെല്ലാം ചെയ്യുന്നു, വലിയ അഴിമതി നടത്തുന്ന ഏറ്റവും വലിയ ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാരും ഒക്കെ ഇല്ലേ, ഡോക്ടർമാര്, അഭിഭാഷകന്മാര്, നല്ല വിദ്യാസമ്പന്നനായ മനുഷ്യരുടെ ഒരു സ്ഥലമാണ് കേരളം. ഇവിടെ ഉയർന്ന ഉദ്യോഗത്തിലുള്ള ധാരാളം, ഇപ്പൊ അടുത്ത കാലത്ത് ഈ മയക്കുമരുന്നുകൾ, മദ്യപാനം, ഉപഭോഗങ്ങൾ, അഴിമതി, കൈക്കൂലി, തോന്നിവാസം, സ്ത്രീപീഡനം, ഇതൊക്കെ നടക്കുന്നതിൽ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉണ്ടല്ലേ? അപ്പൊ വിദ്യാഭ്യാസത്തിന് എന്തൊരു കുഴപ്പമുണ്ടെന്നതിന് അർത്ഥം ഈ മനുഷ്യന്റെ അറിവ് ഈ ഭൗതികമായ നോളജ് അനുസരിച്ചല്ല അവന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം വരിക. ഇപ്പൊ ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ആരാ? ഗോഡ്സെ. ഗോഡ്സെ ഒരു ഹിന്ദു ആണ്, ഗാന്ധിജി ഹിന്ദു ആണ്. ഇതിലേതാണ് നിങ്ങളെ ഹിന്ദു? നിങ്ങൾ ബഹുമാനിക്കുന്ന ഹിന്ദു ഏതിൽ? അന്യമതസ്ഥരെ നമ്മൾ ബഹുമാനിക്കണല്ലോ. ഞാനതിൽ ബഹുമാനിക്കുന്ന ഹിന്ദു ഗാന്ധിയാണ്. ഹിന്ദു രാമരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും ചിലർ രാമരാജ്യം എന്ന് പറയുന്നുണ്ട്. ഏത് രാമരാജ്യം? ഗാന്ധിജിയുടെ രാമരാജ്യമാണോ മറ്റേ രാമരാജ്യമാണോ? ഗാന്ധിജിയോട് ചോദിച്ചു, നിങ്ങൾ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഇതൊരു സോഫ്റ്റ് ഹിന്ദുത്വം അല്ലേ? അപ്പൊ ഗാന്ധിജി പറഞ്ഞു, എന്റെ രാമൻ അയോധ്യയിലെ രാജാവല്ല, ദശരഥന്റെ പുത്രനല്ല, സീതാപതിയല്ല, സീതയുടെ ഭർത്താവല്ല. എന്റെ രാമൻ എന്റെ ഹൃദയത്തിലെ സത്യബോധത്തിന്റെ പേരാണ് രാമൻ. എന്റെ രാമൻ ആ രാമനല്ല എന്ന് പറഞ്ഞു ഗാന്ധിജി. അപ്പൊ നിങ്ങൾക്ക് ഗാന്ധിജിയുടെ രാമരാജ്യം വേറിട്ട് കിട്ടി. ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു ഗാന്ധി പറഞ്ഞത്. ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു എന്ന് ഗാന്ധി പറഞ്ഞു. ആ നല്ല ഹിന്ദു ആണെന്ന് സ്വയം അഭിമാനിച്ച ഗാന്ധി വാസ് ഷോട്ട് ഡെഡ് ബൈ അനദർ ഹിന്ദു. അപ്പൊ ഹിന്ദു ഇസത്തിനാണോ കുഴപ്പം? അത് ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾക്കാണോ കുഴപ്പം? അത് ഏത് രീതിയിലാണ് അതിൽ നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? മനുഷ്യ ജീവിതം വളരെ, ഈ ഭൗതിക ജീവിതം വളരെ ഷോർട്ടാണ്. ശരിക്കും പറഞ്ഞ മനുഷ്യന് ജനനവും മരണവും ഇല്ല, ജനിമൃതികളില്ല. ഈ കാണപ്പെടുന്ന ജനിമൃതികളുടെ ഒരു ഇടവേളയിലാണ് ഈ ജീവിതം ഉള്ളത്. ഇതിന്റെ ഒരു ഇടവേളയാണ്. ജനിച്ചു മരിച്ചു നമ്മൾ കണക്കാക്കും. ജനിച്ചവരെല്ലാം മരിക്കും. ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ മരിച്ചപ്പോഴാണ് ഇവിടെ ജനിച്ചത്. ആ ജീവിതം, ആ ചുറ്റുപാടുകളൊക്കെ മാറി വേറൊരു സ്ഥലത്ത് നമ്മൾ ജനിച്ചു വീണപ്പോൾ വേറൊരു ജീവിതമായിരുന്നു. അതിനു മുമ്പ് നമ്മളുണ്ട്. ബാപ്പാന്റെ ശരീരത്തിലുണ്ട്, ഉമ്മാന്റെ ശരീരത്തിലുണ്ട്. അവർക്ക് അവരുടെ മുമ്പുള്ളവരുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ആ ബീജങ്ങളും അണ്ടങ്ങളും എത്രയോ ലക്ഷോപലക്ഷം വർഷങ്ങൾ ആരിലൂടെ ഒക്കെ സഞ്ചരിച്ച് അത് പലതിലൂടെയും കലർന്ന് വളർന്ന് അത് ആഹാരമായി, അന്നമായി, ബീജങ്ങളായി, അണ്ടങ്ങളായി അത് സംയോജിച്ച് നമ്മളായി വന്ന് ഈ നമ്മൾ നമ്മുടെ മക്കളിലൂടെ കലർന്ന് പടർന്ന് മുന്നോട്ട് പോയി. അപ്പൊ ഒരിക്കലും ഇതിന് ആദ്യമില്ല അവസാനമില്ല എന്ന് കാണാൻ സാധിക്കും അല്ലേ? അതുകൊണ്ടാണ് ശബരിമലയിൽ തത്വമസി അത് നീ തന്നെ ആണെന്ന് എഴുതി വെച്ചത്.